إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, പരമകാരുണ്യകനായ കരുണാവാരിധിയായ പടച്ച റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കൃത്യമായി കാത്തു സൂക്ഷിച്ചും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചും ജീവിക്കണമെന്നും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനാകുന്ന അതിഥി നമ്മിൽ നിന്ന് വിട പറയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ എന്തിന് നമുക്ക് നൽകിയോ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവമായി നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനാകുന്ന അതിഥി വളരെ വേഗം നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ പല ആളുകളും ആ റമളാനാകുന്ന അതിഥി കടന്നു വന്നതുപോലും അറിയാത്ത പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ആ റമളാനാകുന്ന അതിഥിയെ അപമാനിച്ചിട്ടുണ്ട്. നോമ്പ് നോക്കാതെ, റമളാനിന്റെ പവിത്രതയെ മാനിക്കാതെ, വീട്ടിലെ കണ്ണീർ മഴയിൽ കുതിർന്ന സീരിയലുകളുടെ, സിനിമകളുടെ ശബ്ദകോലാഹലത്തിൽ ആ റമളാനാകുന്ന അതിഥിയുടെ വിളി പോലും കേൾക്കാൻ പല ആളുകൾക്കും സാധിച്ചിട്ടില്ല. പ്രാർത്ഥനാ നിർഭരമായ രാത്രി നമസ്കാരങ്ങളുടെ സമയത്ത് സുഖകരമായി കിടന്നുറങ്ങിയ ആളുകൾ, അവരും ആ റമളാനാകുന്ന അതിഥിയെ അപമാനിക്കുകയാണ് ചെയ്തത്. നോമ്പെടുത്ത് വേണ്ടാത്തത് പറഞ്ഞവരും വേണ്ടാത്തത് കണ്ടവരും തന്റെ ശരീരത്തിലെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവരും അവരും ആ റമളാനാകുന്ന അതിഥിയെ അപമാനിച്ചു. ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോയി രാത്രി നമസ്കാരങ്ങളിൽ പങ്കെടുക്കാതെ സുഖകരമായി കിടന്നുറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവർ വിചാരിച്ചത് തങ്ങളുടെ ഉറക്കം അവർക്ക് ലാഭകരമാണ് എന്നവർ വിചാരിച്ചു. എന്നാൽ ആ ഉറക്കം ഒരിക്കലും അവർക്ക് ലാഭകരമല്ല, മറിച്ച് വലിയ നഷ്ടമാണ് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മുടെ ഓരോ സെക്കൻഡുകളും മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ശ്രദ്ധേയമായൊരു പ്രാർത്ഥന, വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥന. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന സർവവും നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ശഅനീ കുല്ലു. എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നേരെയാക്കി തരണമേ. എന്നിട്ട് മനുഷ്യൻ എത്രത്തോളം ദുർബലനാണ്, മനുഷ്യന്റെ ദൗർബല്യത്തിന്റെ അളവെന്താണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയുടെ അടുത്ത വാചകമായി നമ്മെ പഠിപ്പിക്കുന്നത് വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അള്ളാഹുവേ, എന്റെ കണ്ണ് ഒന്ന് അടച്ചു തുറക്കുന്ന ഒരു ഇമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയെങ്കിൽ മനുഷ്യൻ എത്രമാത്രം ദുർബലനാണ് എന്നുള്ള തിരിച്ചറിവാണ് ആ പ്രാർത്ഥന നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിതത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നാം, പക്ഷേ അള്ളാഹുവിനോട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് എങ്ങനെ ആവശ്യപ്പെടാൻ സാധിക്കും? നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് എങ്ങനെ നമുക്ക് നിൽക്കാൻ സാധിക്കും? അതിന് മാത്രം പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും തിന്മകളും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും കൂമ്പാരങ്ങളുടെ മുകളിലാണ് നമ്മളിൽ പലരും ഉള്ളത്. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അവൻ നമുക്ക് സമ്പത്ത് നൽകി. ആ സമ്പത്ത് തെറ്റ് ചെയ്യാൻ, തിന്മ ചെയ്യാൻ നമ്മളിൽ പലരും ഉപയോഗപ്പെടുത്തി. നമുക്ക് കണ്ണുകൾ നൽകി, നമുക്ക് കാലുകൾ നൽകി. കാലില്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരാരും നമ്മൾ ചെയ്യുന്നത് പോലെ ആ അവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യുന്നവരല്ല. പക്ഷേ അവർക്കുള്ള വിധിയല്ല നമുക്കുള്ളത്. അള്ളാഹു നമുക്ക് കണ്ണ് നൽകിയിട്ട്, അള്ളാഹു നമുക്ക് കാത് നൽകിയിട്ട്, അള്ളാഹു നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നടക്കാനും ഓടാനുമുള്ള ഓരോരോ അവയവങ്ങൾ നൽകിയിട്ട് അതെല്ലാം നമ്മൾ എന്തിനാ ഉപയോഗപ്പെടുത്തിയത്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, റബ്ബിനെ ധിക്കരിക്കാൻ, അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കാൻ നമ്മളിൽ പലരും ആ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്കെങ്ങനെ നിൽക്കാൻ സാധിക്കും? അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ റബ്ബിന്റെ മുന്നിൽ അത്രയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആ റബ്ബിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെ നിൽക്കും? നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് അവൻ അർ-റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, വദൂദാണ്. എല്ലാം പൊറുക്കുന്നവനാണ്, അളവറ്റ കാരുണ്യമുള്ളവനാണ്, പാപങ്ങളെല്ലാം മായ്ച്ചു കളയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണേ, ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അളവറ്റ കാരുണ്യത്തിന്റെ ഉടയവനാണ് പടച്ച റബ്ബ്. ആ റബ്ബ് അതീവ സ്നേഹത്തോടുകൂടി നമ്മെ വിളിക്കുന്ന വല്ലാത്തൊരു വിളിയുണ്ട്. ഒരു പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ, റമദാനിന്റെ അവസാനത്തെ 10 നമ്മൾ കടന്നു പോകുമ്പോൾ പടച്ച റബ്ബിന്റെ വല്ലാത്ത ആ വിളി, ഏറെ ഹൃദ്യമായ ആ വിളിക്ക് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അല്ലയോ സ്വന്തത്തോട് തെറ്റ് ചെയ്ത, സ്വന്തത്തോട് തിന്മ ചെയ്ത മനുഷ്യരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ആ റബ്ബിനെ ധിക്കരിക്കാൻ ഉപയോഗിച്ച് സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത ബുദ്ധിഹീനരായ മനുഷ്യരെ പടച്ച റബ്ബ് അവന്റെ അളവറ്റ സ്നേഹത്താൽ വിളിക്കുന്ന വിളി, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ആ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിരാശ നിങ്ങളുടെ മനസ്സിൽ വേണ്ട. യഗ്ഫിറു ദുനൂബ ജമീഅ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവനേറെ പൊറുക്കുന്നവനാണ്, അളവറ്റ കാരുണ്യത്തിന്റെ ഉടമസ്ഥനാണ് പടച്ച റബ്ബ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. അല്ലാഹു പഠിപ്പിച്ചതായി, അല്ലാഹുവിന്റെ കലാമായി അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അല്ലാഹു പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. നിങ്ങൾ രാത്രിയും പകലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ വാചകം, വഅന അഗ്ഫിറു ദുനൂബ ജമീഅ. ഞാൻ നിങ്ങൾ ചെയ്ത തെറ്റുകൾ, നിങ്ങൾ ചെയ്ത പാപങ്ങൾ, നിങ്ങൾ ചെയ്ത തിന്മകൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്തഗ്ഫിറൂനി. ആ റബ്ബിനോട്
നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടുക, പാപമോചനത്തെ തേടുക. ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അറിയണം, ലോകത്തിന്റെ റബ്ബിനെ, പടച്ച റബ്ബിനെ, റഹ്മാനായ റഹീമായ റബ്ബിനെ തിരിച്ചറിയാൻ, ആ റബ്ബിനെ അറിയാൻ, ആ റബ്ബിനെ അറിയേണ്ടത് പോലെ അറിയാൻ നമുക്ക് സാധിക്കണം. ആരാ അല്ലാഹു? വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി, തന്റെ അടിമയുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. വയഅഫു അനിസ് സയ്യിആത്ത്, അവന്റെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുന്നവനാണ്. വയഅലമു മാ തഫ്അലൂൻ, അവൻ ചെയ്യുന്ന സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് റബ്ബ്. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു, ആരാണോ തെറ്റ് ചെയ്യുന്നത്, ആരാണോ തിന്മ ചെയ്തത്, ആരാണോ സ്വന്തത്തോട് അക്രമം ചെയ്തത്, എന്നിട്ട് സുമ്മ യസ്തഗ്ഫിരില്ലാ, ആ റബ്ബിനോട് ആത്മാർത്ഥമായി, അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ, ഒരുപാട് തിന്മകൾ അറിഞ്ഞും അറിയാതെയും എന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് റബ്ബേ, എനിക്ക് നീ പുറത്തു തരണമേ എന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആത്മാർത്ഥമായി റബ്ബിനോട് ആര് പശ്ചാത്തപിക്കുന്നുവോ, അല്ലാഹു പറയുന്നു യജിദില്ലാഹ ഗഫൂറർ റഹീമ, ആ റബ്ബിനെ നിനക്ക് കാണാം. ആ പശ്ചാത്തപിക്കുന്ന അടിമയ്ക്ക് തന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനായി, ആ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുന്നവനായി ആ കരുണാവാരിധിയായ റബ്ബിനെ നിനക്ക് കാണാം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ശ്രദ്ധേയമായ ചോദ്യം, വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, ആ റബ്ബല്ലാതെ, ആ കാരുണ്യവാരിധിയായ റബ്ബല്ലാതെ ആരുണ്ടടോ നിനക്ക് പാപങ്ങൾ പുറത്തു തരാൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുമ്പോൾ, ഇനിയും നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ലോകത്തെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവ്, ഒരു ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. നമ്മളൊക്കെ പലതവണ കേട്ടവരാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആ പ്രാർത്ഥന നടത്തിയത്. ഒരു മനുഷ്യന് റമളാൻ കിട്ടി, റമളാൻ എന്ന അനുഗ്രഹം കിട്ടി, എന്നിട്ട് ആ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത, ആ റമളാനിലൂടെ തന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കാത്ത മനുഷ്യൻ അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശ്രദ്ധേയമായ പ്രാർത്ഥന ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറഞ്ഞത്, ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ, ഇതാ റമളാനിന്റെ അവസാനത്തെ അപ്പത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, എന്റെ പാപങ്ങൾ എന്റെ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് എന്റെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ, ഖദ് അഫ്ലഹ മൻ തസക്ക, ആരാണോ ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഹൃദയത്തെ വിമലീകരിക്കാൻ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഗൗരവപൂർണമായ ആലോചനയാണ് ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗഫാറാണ്, പശ്ചാത്തപിക്കുന്നവർക്ക് അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് അള്ളാഹുവിനോട് തന്റെ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ജുഹൈന ഗോത്രത്തിലെ ഒരു സ്ത്രീ പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു രംഗം ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യഭിചാരമെന്ന വലിയ തെറ്റ് ചെയ്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നെ താങ്കൾ ശിക്ഷിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ആ സ്ത്രീയെ മടക്കി അയച്ചു. വീണ്ടും അവർ കടന്നു വന്നു, ഒക്കത്ത് ഒരു കൈക്കുഞ്ഞുമായി കടന്നു വന്ന് അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയുടെ മേൽ ഹദ് നടപ്പാക്കുകയാണ്, ശിക്ഷ നടപ്പിലാക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, തുസല്ലി അലൈഹാ യാ റസൂലല്ലാഹ് വതസിനത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, വ്യഭിചരിച്ച ഒരു പെണ്ണിന് വേണ്ടിയാണോ താങ്കൾ നമസ്കരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം നമുക്ക് വല്ലാത്ത ആശ്വാസമാണ് പ്രദാനം ചെയ്യുന്നത്. തെറ്റുകളിൽ മുങ്ങിക്കുളിച്ച, തിന്മകളിൽ മുങ്ങിക്കുളിച്ച, റബ്ബ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും റബ്ബിനെ ധിക്കരിക്കാൻ ഉപയോഗപ്പെടുത്തിയ, നമുക്ക് അല്ലാഹു നൽകിയ കണ്ണും കാതുകളും മസ്തിഷ്കങ്ങളും കൈകളും കാലുകളുമെല്ലാം റബ്ബിനെ ധിക്കരിക്കാൻ ഉപയോഗപ്പെടുത്തിയ നമ്മൾ ഓരോരുത്തർക്കും വല്ലാത്ത ആശ്വാസം നൽകുന്ന വാചകമാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു, ഒരു വ്യഭിചാരിണിയായ പെണ്ണിന് വേണ്ടിയാണോ താങ്കൾ മയ്യത്ത് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലഖദ് താബത് തൗബതൻ, അലിയ ഉമറേ, ആ പെണ്ണൊരു തൗബ ചെയ്തിട്ടുണ്ട്, ഒരു പശ്ചാത്താപം ചെയ്തിട്ടുണ്ട്. എന്താണ് ആ പശ്ചാത്താപത്തിന്റെ വലിപ്പമെന്നറിയുമോ? ലൗ കുസ്രിമത് ബൈന സബഈന മിൻ അഹ്ലിൽ മദീന ലവസഅതുഹും, ആ തൗബയെ മദീനയിലെ 70 ആളുകൾക്കിടയിൽ വീതം വെച്ച് കൊടുത്താലും പിന്നെയും ആ തൗബ ബാക്കിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ ചെയ്ത ഒരു പെണ്ണിന്റെ തൗബയെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, ആ രൂപത്തിൽ തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തൗബ ചെയ്യാനുള്ള, റബ്ബിനോട് നമ്മുടെ പശ്ചാത്താപങ്ങൾ ഏറ്റുപറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയുടെ തൗബ സ്വീകരിക്കും. പക്ഷേ അതിനൊരു സമയമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു സമയം, മാലം യുഗർഇർ, നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം വരും. നമ്മൾ മരണാസന്നമായി, നമ്മുടെ ശ്വാസം പ്രയാസപ്പെട്ട് നമ്മൾ ഉള്ളിലേക്ക് വലിച്ച് നമുക്ക് ശ്വാസം കിട്ടാതെ തൊണ്ടയിൽ ശ്വാസം കെട്ടിക്കിടന്ന് പുറത്തേക്ക് ഒരു ഒറ ശബ്ദം കടന്നു വരുന്ന ഒരു സമയമുണ്ട്, മരണാസന്നമായ സമയം. ആ സമയത്ത് മനുഷ്യരിൽ പലർക്കും തിരിച്ചറിവുണ്ടാകും. അത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ഒരവസരം നൽകിയാൽ, റബ്ബിയെ ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹാ, അള്ളാഹുവേ, ഒരവസരം കൂടി, ഒരു ചാൻസ് കൂടി എനിക്ക് നൽകിയാൽ നല്ലവനിൽ നല്ലവനായി ഒരുപാട് നന്മകൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഞാൻ റബ്ബേ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാം എന്ന് പറയുന്ന ആ മരണാസന്നമായ സമയം. പക്ഷേ ആ സമയത്ത് തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അതിന് മുന്നേ റബ്ബിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ വിശാലത അത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ്. ആർക്കാ അല്ലാഹു പുറത്തു കൊടുക്കുക? ആരുടെ പശ്ചാത്താപമാണ് അല്ലാഹു സ്വീകരിക്കുക? പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 17-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, തൗബ എന്ന് പറഞ്ഞാൽ ഇന്നമത് തൗബ അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു, ഒരു തിന്മ ചെയ്തു. എങ്ങനെ അവൻ ചെയ്തത്? ബിജഹാല, അറിവില്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തു. സുമ്മ യതൂബൂന മിൻ ഖരീബ്, എന്നിട്ട് ഉടനെ തന്നെ അവന് തിരിച്ചറിവുണ്ടായി. എന്നിട്ട് അല്ലാഹുവിനോട് അടുത്ത നിമിഷം തന്നെ അവൻ അല്ലാഹുവിനോട് തൗബയെ ചോദിച്ചു, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ. അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും, അവന്റെ പാപം പുറത്തു കൊടുക്കും. ഇവിടെ തൗബ സ്വീകരിക്കുന്നവരുടെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, വിവരമില്ലാതെ തെറ്റ് ചെയ്തു, അറിവില്ലാതെ തെറ്റ് ചെയ്തു. സുമ്മ യതൂബൂന മിൻ ഖരീബ്, എന്നിട്ട് വളരെ പെട്ടെന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്തു. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ തെറ്റ് ചെയ്യുന്നത്, നമ്മൾ തിന്മ ചെയ്യുന്നത്, നമ്മൾ തിന്മകളിൽ മുങ്ങിക്കുളിക്കുന്നത് നമ്മൾ അറിവില്ലാത്തത് കൊണ്ടാണോ? നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണോ? ഈ ഒരു ചോദ്യത്തിന് നമുക്ക് പറയാനുള്ള മറുപടി അല്ല എന്നാണെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ മുറാഖബത്ത്, അള്ളാഹുവിന്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണം, യഅലമു ഖായിനത്തുൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലും അറിയുന്ന, ആ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലെ മിടിപ്പുകൾ പോലും അറിയുന്ന, നമ്മുടെ ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി അറിയുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആല, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ലോകത്തുള്ള കോടിക്കണക്കിന് വൃക്ഷങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല പൊഴിയുമ്പോൾ അത് റബ്ബിന്റെ അറിവിൽ പെടാതെ പോകുന്നില്ല എങ്കിൽ, ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിട്ടും നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു ഹൈവേയിലൂടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്യാമറയുണ്ട് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ വേഗത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനത്തിന്റെ വേഗത നമ്മൾ കുറയ്ക്കും. കാരണം
അവിടുത്തെ ക്യാമറയെ നമ്മൾ ഭയപ്പെടുന്നു. ആ ക്യാമറയിൽ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ചിത്രം പതിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഭയപ്പെടുന്നു. പക്ഷേ റബ്ബിന്റെ മുറാഖബത്ത് ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും, കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ആകാശത്താണെങ്കിലും റബ്ബിന്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണം. ആ നിരീക്ഷണത്തിൽപ്പെടാതെ ഒരു വാക്ക് നമുക്ക് സംസാരിക്കാൻ, ഒരു തെറ്റ് നമുക്ക് ചെയ്യാൻ, ഒരു തിന്മ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് പഠിച്ചവർ, എന്ന് മനസ്സിലാക്കിയവർ, എന്നിട്ടും നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തെ ഭയപ്പെടാതെ, അതിനെയൊക്കെ വകവെക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം അത് തെറ്റാണ്, അത് തിന്മയാണ്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വല്ലാത്ത വിളി, നമുക്ക് ആശ്വാസം നൽകുന്ന വിളി, സാരമില്ല, അല്ലാഹു കരുണാവാരിധിയാണ്, അവൻ ഗഫൂറാണ്, അവൻ വദൂദാണ്, അവൻ ഗഫാറാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലൈസതി തൗബ ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹളറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. വലൈസതി തൗബ, പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല. ലില്ലദീന യഅമലൂന സയ്യിആത്, ജീവിതത്തിൽ ഒരുപാട് തിന്മ ചെയ്ത് അവസാനം റബ്ബിനോട് പശ്ചാത്തപിക്കാതെ മരണം വരെ ഒരു മനുഷ്യൻ പിന്തിപ്പിച്ച് അവസാനം ഹത്താ ഇദാ ഹളറ അഹദഹുൽ മൗത്ത്, ആ മലക്കുൽ മൗത്ത് അവന്റെ അടുക്കൽ വരുമ്പോൾ അല്ലാഹുവിനോട്, അല്ലാഹുവേ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തൗബ നീട്ടിവെച്ച് പിന്നെയാവട്ടെ, നാളെയാവട്ടെ, നാളെ നന്നാവാം, അടുത്ത കൊല്ലം നന്നാവാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നന്നാവാം, പ്രായമായിട്ട് നന്നാവാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെ ചിന്തിക്കാൻ നാളെ നമുക്ക് ആയുസ്സുണ്ടാകും എന്ന് നമ്മളിൽ ഒരാൾക്കും ഉറപ്പില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ, ഒരുപാട് തിന്മകളിൽ അഭിരമിച്ച് ജീവിതത്തെ മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപങ്ങൾ ആത്മാർത്ഥമായ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, ആ റബ്ബിന്റെ സ്വർഗം നേടാൻ ഇതിനേക്കാൾ, ഈ റമദാനിനേക്കാൾ സുവർണാവസരം വേറെയില്ല എന്ന തിരിച്ചറിവോടുകൂടി ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഇതാ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ഏറ്റവും ശ്രദ്ധേയമായ ദിനരാത്രങ്ങൾ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ശ്രേഷ്ഠമായ രാവ്. മുൻഗാമികളിൽപ്പെട്ട ആളുകൾ, അവർക്ക് ഒരുപാട് ആയുസ്സുണ്ടായിരുന്നു. നൂഹ് നബിക്ക് 950 വർഷം ജീവിക്കാൻ അവസരം കിട്ടി. 500 വർഷവും 600 വർഷവും ഒക്കെ ജീവിച്ചവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് അത്രത്തോളം ആയുസ്സില്ല. ഈ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് 60-നും 70-നും ഇടയിലാണ്. അതിനപ്പുറം വിട്ടുകിടക്കുന്ന ആളുകളുണ്ടെങ്കിലും ആ ഒരു ആയുസ്സേ ഈ ഉമ്മത്തിനുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുൻപുള്ള ആളുകൾ 500-ഉം 1000-കണക്കിന് വർഷങ്ങൾ ജീവിച്ച് അമൽ ചെയ്ത സൗഭാഗ്യം നേടാൻ ഒരു സുവർണാവസരമാണ് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ലൈലത്തുൽ ഖദ്റിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ തന്റെ മുണ്ട് മുറുക്കിയെടുത്ത് അരയും തലയും മുറുക്കി കർമ്മങ്ങൾക്കായി, ഇബാദത്തുകൾക്കായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞു വച്ചിരുന്നുവെങ്കിൽ, രാത്രിയെ ജീവിപ്പിച്ചിരുന്നുവെങ്കിൽ, കുടുംബത്തെ വിളിച്ചുണർത്തിയെങ്കിൽ, അതേപോലെ ആ ദിനരാത്രങ്ങളെ സജീവമാക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ, ദിക്റുകളിലൂടെ, ദുആയിലൂടെ ആ ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ, അള്ളാഹുവിന്റെ സ്വർഗം ചോദിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നവനാണ്, എനിക്ക് വിട്ടുവീഴ്ച നൽകണമേ, മാപ്പ് നൽകണമേ എന്ന് ആത്മാർത്ഥമായി ചോദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? അങ്ങാടികളിലൂടെ ഇന്ന് മുസ്ലിം സമൂഹം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഷോപ്പിംഗിന്റെ പേരിൽ, വിശ്രമത്തിന്റെ പേരിൽ വീടുകളിൽ
കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനത്തെ 10 ആയാൽ പള്ളികളിൽ ചടഞ്ഞു കൂടിയിരുന്ന് ഇഅ്തികാഫ് എന്ന ഉത്കൃഷ്ടമായ കർമ്മത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിനരാത്രങ്ങളെ മാറ്റിവെച്ചത്. റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കാൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ഈ ദിനരാത്രങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അനേകം ശ്രേഷ്ഠതകളാണ് ഈ ദിനരാത്രങ്ങളിൽ ഉള്ളത്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആൻ അവതരിച്ച, മലക്കുകൾ ഇറങ്ങി വരുന്ന, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന സമാധാനത്തിന്റെ ശാന്തിയുടെ ദിനരാത്രങ്ങൾ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ അതിന്റെ പരമാവധി നന്മകളിൽ വർധനവുണ്ടാക്കി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനാകുന്ന അതിഥി നമ്മളിൽ നിന്ന് വിട പറയാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ദിനരാത്രങ്ങളൊന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ എന്ന ഒരു ചിന്തയാണോ, അതല്ല റമളാൻ വിട പറയുന്നതിലുള്ള വേദനയാണോ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകന് റബ്ബുമായി സംസാരിച്ച് കൊതിതീരാത്ത ദിനരാത്രങ്ങളായിരുന്നു പരിശുദ്ധ റമളാനിലെ 21, 23, 25, 27, 29 എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും റബ്ബിന്റെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും നന്മകൾ വാരിക്കൂട്ടാൻ ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഒരു നല്ല ഓട്ടക്കാരൻ അവനൊരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിവേഗത്തിൽ അവൻ ഓടിയിട്ടുണ്ട്. അവന്റെ ലക്ഷ്യം വിജയം മാത്രമാണ്. പക്ഷേ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് ഇനി ഞാൻ എന്തിനു ഓടണമെന്ന് ചിന്തിച്ച് ഓട്ടം മതിയാക്കിയാൽ അവൻ ആദ്യത്തിൽ എത്രമാത്രം ശക്തമായ കുതിപ്പ് നടത്തിയിട്ടും കാര്യമില്ല, അവന് വിജയിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ആദ്യത്തെ 10 നമ്മൾ വലിയ ആവേശത്തിലായിരുന്നു, രണ്ടാമത്തെ 10 ആവേശമുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ 10 ആവേശമില്ല എങ്കിൽ ഈ ഒരു ഓട്ടക്കാരന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേരും. അതുകൊണ്ട് ഉറക്കത്തിന് മാധുര്യമുണ്ട്, വിശ്രമത്തിന് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഉറക്കത്തേക്കാൾ, നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന വിശ്രമത്തേക്കാൾ, ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും മാധുര്യം ഇബാദത്തുകൾക്കായി നമുക്ക് മാറുന്ന ഒരവസ്ഥയുണ്ടാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഐനാനി ലാ തമസ്സുഹുമുൻ നാർ, 2 കണ്ണുകൾ, ആ 2 കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല. അതിലൊരു കണ്ണ് റബ്ബിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണാണെങ്കിൽ രണ്ടാമതൊരു കണ്ണ് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണാണ് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നമുക്ക് നൽകിയത്. റമളാനിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയാണ് എങ്കിൽ അസൂയയിൽ നിന്ന്, പൊങ്ങച്ചത്തിൽ നിന്ന്, തമ്മിൽ കണ്ടുകൂടാത്ത, മിണ്ടിക്കൂടാത്ത, പരസ്പരം മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് തുടങ്ങി മനസ്സിനെ മലീമസമാക്കുന്ന മുഴുവൻ തിന്മകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അറിയിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓടി വന്ന ഒരു രംഗം ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അത് പറയാൻ ഓടി വന്നപ്പോഴാണ് 2 ആളുകൾ തമ്മിൽ അനാവശ്യമായി ശണ്ട കൂടുന്ന, വഴക്ക് കൂടുന്ന കാഴ്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ലൈലത്തുൽ ഖദർ പ്രവാചകന് മറപ്പിക്കപ്പെട്ടതും. അതുകൊണ്ട് അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ, അനാവശ്യമായ ശണ്ടകൾ ഒഴിവാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ അതീവ ദുർബലന്മാരാണ്. അതുകൊണ്ടാണ് ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അടുത്ത റമളാൻ, ആ റമളാൻ ഇതേപോലൊരു പള്ളിയിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കുമോ? നമുക്കൊരാൾക്കും യാതൊരുവിധ ഉറപ്പുമില്ല. അതല്ല, ഖബറിനുള്ളിലായിരിക്കുമോ നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് പല റമളാനുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ ഇടയിലില്ല. അവിടെയൊക്കെ മയ്യത്ത് നമസ്കരിച്ചവരാണ്.
നമ്മളിൽ പലരും. അതുകൊണ്ട് നമ്മുടെ മടക്കയാത്ര എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന മടങ്ങുന്ന ആ ദിവസത്തെ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അവസാനത്തെ ദിനരാത്രങ്ങൾ അതങ്ങാടികളിൽ ചുറ്റിക്കറങ്ങി ഷോപ്പിങ്ങിന്റെ പേരിൽ അല്ലെങ്കിൽ ടെലിവിഷന്റെ മുന്നിൽ വിശ്രമത്തിന്റെ പേരിൽ നഷ്ടപ്പെടുത്തിയാൽ നേരത്തെ പറഞ്ഞ ഓട്ടക്കാരന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേരും. നരകമെന്ന അതിഭയാനകരമായ ഒരു സങ്കേതം റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ഗൗരവമായ ഓർമ്മ നമ്മുടെ മുന്നിലുണ്ടാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, നരകത്തിൽ ഒരു പാനീയമുണ്ട്, അതിന്റെ പേര് സഖൂം എന്നാണ്. ആ സഖൂമിൽ നിന്ന് ഒരു തുള്ളിയെങ്ങാനും ഈ ഭൂലോകത്തേക്ക് ഇറ്റ് വീണിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കേവലം ഒരു തുള്ളി ഈ ഭൂമിയിൽ ഇറ്റ് വീണിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ആ നരകമോചനത്തിന് എന്റെ ഇബാദത്തുകൾ സാധ്യമായോ നമ്മൾ പരിശോധിക്കണം. ഖുർആനുമായി എനിക്ക് ബന്ധമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. തഖ്വ എന്ന അടിസ്ഥാനപരമായ ലക്ഷ്യം നോമ്പിലൂടെ നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ, പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെ ഒരു ആത്മവിചിന്തനത്തിന്റെ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവശേഷിക്കുന്ന ദിനരാത്രങ്ങളിൽ ആ ദിനരാത്രങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തി റമദാനിന്റെ യഥാർത്ഥ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുൻഗാമികൾ അവർ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തു, ഒരുപാട് അമലുകൾ ചെയ്തു, നമസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, സക്കാത്ത് കൊടുത്തു, തസ്ബീഹുകളും തഹ്ലീലുകളും ചെയ്തു. പക്ഷേ അവരുടെ മനസ്സിൽ ഒരു വല്ലാത്ത പേടി ഉണ്ടായിരുന്നു. ഏതാണ് ആ പേടി? കർമ്മങ്ങൾ ചെയ്തിട്ടും അള്ളാഹു അത് സ്വീകരിക്കുമോ എന്ന വലിയൊരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭയം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ, എന്റെ നോമ്പ് സ്വീകരിക്കണമേ, എന്റെ നമസ്കാരം സ്വീകരിക്കണമേ, എന്റെ ഇബാദത്തുകൾ സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ മുൻഗാമികൾ പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇബാദത്തുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി. തുഹറത്തൽ ലിസ്വാഇമി, നോമ്പുകാരന് അവന്റെ നോമ്പിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായി നോമ്പുകാരന് പരിശുദ്ധമായ നോമ്പ് എല്ലാ അർത്ഥത്തിലും വിശുദ്ധമാകാനുള്ള ഒരു കാരണമായി ഈ ഫിത്ർ സക്കാത്തിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. വതുഅമത്തൽ ലിൽ മസാകീൻ, പാവങ്ങൾക്കുള്ള ഭക്ഷണമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ഫിത്ർ സക്കാത്ത് സമയബന്ധിതമായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിന് നിശ്ചയിച്ചിരിക്കുന്ന തുക ഒരു വ്യക്തിക്ക് 100 രൂപയാണ്. നമ്മളെല്ലാവരും അക്കാര്യം ശ്രദ്ധിച്ച് അതിന്റെ അവസാനത്തേക്ക് വെച്ച് അതൊരു പ്രയാസകരമായ അവസ്ഥയിൽ, വിതരണം ഒരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് മാറ്റിവെക്കാതെ അക്കാര്യം സമയബന്ധിതമായി നിർവഹിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ റബ്ബ് അനുഗ്രഹിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച ഈദുൽ ഫിത്ർ ആകാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നതുകൊണ്ട് തന്നെ ഈദുൽ ഫിത്ർ ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ആഘോഷങ്ങളായി നിശ്ചയിക്കപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ്. ആ ഈദുൽ ഫിത്റിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ചര്യകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ നമസ്കാരം അത് ഈദ്ഗാഹിൽ നിർവഹിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ചര്യയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം, പെരുന്നാൾ നമസ്കാരം, അത് ഈദ്ഗാഹിലായിരുന്നു. ആർത്തവകാരികളായ സ്ത്രീകൾ പോലും ആ ഈദിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ബാക്കിയുള്ള അതിന്റെ എല്ലാ ബർക്കത്തും അവർക്കും നേടാൻ കഴിയുന്ന രൂപത്തിൽ ആ ആർത്തവകാരികളായ സ്ത്രീകൾ പോലും പങ്കെടുക്കുമായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ നമ്മുടെ ഈ പള്ളിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പുതുവസ്ത്രം ധരിച്ച് തക്ബീർ മുഴക്കി വ്യത്യസ്ത വഴികളിലൂടെ ഈദ്ഗാഹുകളിലേക്ക് ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ
തിരിച്ചു വരാനുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചര്യകളായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരയ്ക്ക അത് ഒറ്റയായി ഭക്ഷിച്ചതിന് ശേഷമായിരുന്നു ഈദ്ഗാഹിലേക്ക് വന്നിരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചര്യകൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായ ഒരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് വൈകുന്നേരം 5 മണി മുതൽ ശ്രദ്ധേയമായ പഠന ക്ലാസും അതിനുശേഷം സമൂഹ നോമ്പ് തുറയും നടക്കുകയാണ്. എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും അതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിനെ എല്ലാ അർത്ഥത്തിലും ധന്യമാക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവെ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ തെറ്റുകൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ ഓരോരുത്തരും. നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണ റഹ്മാനെ. അള്ളാഹു, ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, നാളെ നിന്നെ കൺകുളിർക്കെ കാണാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, റമളാനിൽ ഒരുപാട് സൽക്രമങ്ങൾ നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തു. ആ സൽക്രമങ്ങളെല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളായി ഒരുപാട് സഹോദരങ്ങൾ നോമ്പ് പോലും അനുഷ്ഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവയുടെ രോഗത്തെ പരിപൂർണമായി ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് പരിപൂർണമായ രോഗമുക്തി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു, ഒരുപാട് വീഴ്ചകൾ, ഒരുപാട് അപാകതകൾ, ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് ഞങ്ങൾ ഓരോരുത്തരും. നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളെയും കഴുകി ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ നാളെ അനുകൂലമായി സാക്ഷി പറയുന്ന വിശ്വാസികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നോമ്പ് നാളെ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു, വിശ്വാസികളായ ഒരുപാട് സഹോദരങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവർ മുസ്ലിങ്ങളായിപ്പോയി എന്നതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ. അവരുടെ മുഴുവൻ പ്രയാസങ്ങളെയും ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, നിരപരാധികളായ ഒരുപാട് സഹോദരങ്ങൾ ജയിലറകളിൽ കഴിയാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു, അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم توفنا مسلمين وألحقنا بالصالحين اللهم توفنا مسلمين وألحقنا بالصالحين اللهم توفنا مسلمين وألحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الحمد لله رب العالمين.